ഇതുവരെ കാണിച്ച ടിപ്സുകളൊക്കെ നല്ലത് തന്നെ, നാച്ചുറൽ ഡൈയുടെ. ഇത് സൂപ്പർ നാച്ചുറൽ ഒരു വീഡിയോ കേട്ടോ, നല്ലൊരു ടിപ്പാണ്. ഞാനിത് 4 വർഷം മുമ്പ് ഒരു പുള്ളിക്കാരത്തി ഇട്ടിരുന്ന ഒരു ആയുർവേദ ഡോക്ടർ ഇട്ടിരുന്ന വീഡിയോ ഞാൻ ഇന്നലെ കാണാനിടയായതാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഈ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് അല്പം മൈലാഞ്ചിപ്പൊടി ഇടുവാണേ. അതുപോലെ അടുത്തത് നെല്ലിക്കാപ്പൊടി. എല്ലാം സമ ഇട്ടോ കേട്ടോ. ഇനി നീലയമരിപ്പൊടി, എല്ലാം സമ. ഇനി അല്പം കാപ്പിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം, വറുത്തെടുക്കണം. കാപ്പിപ്പൊടിയുടെ കളറാണ് എല്ലാം കൂടെ. വറക്കട്ടെ. നല്ല ഇങ്ങനെ നല്ല ബ്രൗൺ ഡാർക്ക് കളറായി വരണം, ബ്ലാക്ക് കളറ്. കറുത്ത് വരുന്നതുണ്ടോ? നല്ല കരിക്കട്ട പോലെ ആകണേ. ലോ ഫ്ലെയിമിലിട്ടാ മൂപ്പിക്കുന്നത്. കാപ്പിപ്പൊടിയുടെ കളറായി വരണം മൊത്തം. നല്ലതായിട്ട് ബ്ലാക്ക് ആകട്ടെ. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനം ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ല കറുപ്പാക്കി എടുക്കണം. എന്നിട്ട് ബാക്കി പറയാം. കാപ്പിപ്പൊടി, നീലയമരിപ്പൊടി, നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി നല്ല കറുത്ത കളറിൽ വരട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. നന്നായിട്ട് ഈ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഇല എന്തിലയാണെന്നറിയോ? നമ്മുടെ പനിക്കൂർക്കല. ഇതാണ് ഭയങ്കരമായിട്ട് നമുക്ക് കറുപ്പ് നൽകുന്ന സാധനം, പനിക്കൂർക്കല. അപ്പം അരച്ച് വെച്ചിരിക്കുവാണ്. അതുകൂടെ ഇതിനകത്തോട്ടിട്ട് ലോ ഫ്ലെയിമിൽ കിടക്കുക. അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതുണ്ടോ നമ്മളുടെ പനിക്കൂർക്കല അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നാളെ തേക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ഇത് നമ്മൾ ഇന്നിപ്പം 2 മണിയായി ഉച്ചയ്ക്ക്. ഞാൻ കറണ്ട് വന്നിട്ടൊക്കെയല്ലേ അരച്ചേ. അപ്പം ഇതിനി ഇവിടെ തന്നെ മൂടി വെക്കുക. നാളെ ഇതുപോലെ ഞാൻ തിരുവല്ലായിൽ പോയിട്ട് വന്നു കഴിയുമ്പം 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ തേക്കുക. 2 മണിക്കൂർ ഇത് തലയിൽ വെക്കുക. എന്നിട്ട് കഴുകിക്കളയുക, കഞ്ഞിവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ. ഇത് എല്ലാം കൂടെ ഇപ്പം ഇങ്ങനെ കട്ടയായിട്ടല്ലേ ഇരിക്കുന്നത്. നാളെ തണുത്ത് കഴിയുമ്പം ഇതെടുത്ത് മിക്സിയുടെ ജാറിൽ നല്ല അരച്ച് പേസ്റ്റാക്കി, അല്ലെ തലയിൽ ഇങ്ങനെ പിടിക്കത്തില്ലോ, അരച്ച് പേസ്റ്റാക്കി വേണമെങ്കിൽ നനവില്ലെങ്കിൽ, അതായത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് അരയ്ക്കുമ്പം ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് തെറ്റില്ല. ശകലം വെള്ളം ഒഴിച്ച് എന്നിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് തലയിൽ തേച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക. ഇതിപ്പോൾ ഞാനിന്ന് ചൊവ്വാഴ്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ നാളെ ബുധനാഴ്ച ഒരു ദിവസം ഇതിങ്ങനെ ഇരിക്കണം. നാളെ ബുധനാഴ്ച ഉച്ച കഴിയുമ്പം നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. നല്ല ഡാർക്കായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനകത്ത് മൈലാഞ്ചിയുണ്ട്, നീലയമരിയുണ്ട്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ കളറ് മാറുന്നേ. നാളെ ആകുമ്പം വേറെ കളറാണ്. എന്നുവെച്ചാൽ ഡാർക്ക് ബ്ലാക്ക് തന്നെ, ബ്ലാക്കിൻ്റെ ഒരു ഇൻഡിഗോ പൗഡറൊക്കെ കൂടുന്ന ഒരു കളറും എല്ലാം കൂടെ വരും. നല്ല സൂപ്പർ ഡൈ ആയിരിക്കും. അപ്പോൾ നാളെ നമുക്ക് തേക്കാം, എന്നിട്ട് പറയാം. പിന്നെ ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് മൂടി വെച്ചേക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിരിക്കുക. നല്ല പേസ്റ്റാക്കി നാളെ നമുക്ക് അരച്ചെടുക്കാം. ഇച്ചിരി ശകലം 1 സ്പൂണോ 2 സ്പൂണോ വെള്ളവും കൂടി ഒഴിച്ച്. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം അല്ലേ? ദൈവം സഹായിക്കട്ടെ. ഹലോ ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു?
ജയക്കൊച്ചു പറയുന്ന പോലെ ഇന്ന് പൊട്ട ഇംഗ്ലീഷൊക്കെ ചെയ്യാം അല്ലേ? ചുമ്മാ കേട്ടോ, വായിലങ്ങ് വന്നു പോയതാ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ദൈവകൃപയാൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മിനിയാന്ന് വീഡിയോ ഇട്ടു, ഇന്നലെ ഇട്ടില്ല. ഇന്നലെ ഞാൻ മരിച്ചടക്കിന് പോയായിരുന്നു. പോയിട്ട് വന്നപ്പോൾ 2:15 പോയിട്ട് വന്നിട്ട് ഒരു സങ്കടമായിരുന്നു. ചെറുപ്പക്കാരനല്ലേ മരിച്ചുപോയി, 43 വയസ്സ്. അങ്ങനെ എന്തായാലും ഇന്നലെ വീഡിയോ ചെയ്തില്ല. അപ്പോൾ മിനിങ്ങാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീഡിയോ ചെയ്തപ്പോൾ കരിച്ചു വെച്ചിരിക്കുവാന്ന്. അതൊക്കെ എല്ലാം കൂടെ റെഡിയാക്കിയതാ കരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മുടി കണ്ടോ? ഞാൻ മറ്റേ 2 ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളിയാഴ്ച ഇട്ടത് ഹെന്നായും പിന്നെ എന്നായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് ഇട്ടത്. അപ്പോൾ ആ വെള്ളിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അതിൻ്റെ ബാക്കിയാണിത്. ഇതൊരു 3ാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നല്ല ബ്ലാക്ക്. 3ാമത്തെ സ്റ്റെപ്പ് ഇതും കൂടെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബ്ലാക്ക് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മിക്സ്. അപ്പം ഇതുകൂടെ ഇടുമ്പോൾ കട്ട കറുപ്പാവും കേട്ടോ. അപ്പം ഇപ്പം തന്നെ കണ്ടോ എൻ്റെ മുടി. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വരുന്ന വഴി ഉപ്പാപ്പൻ്റെയൊക്കെ അവരുടെ കാറിലാണ് എന്നെയും കൂടെ കൊണ്ടുപോയി ഞാൻ പോയത് കേട്ടോ. അപ്പം ഉപ്പാപ്പൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ പറഞ്ഞു, ഈ നരയ്ക്കുള്ളത് നിനക്ക് കാശൊക്കെ വല്ലതും വരാൻ തുടങ്ങിയോടി. അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു, ഡോളറൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കിട്ടാൻ തുടങ്ങിയില്ല, ബാങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ ഇത്ര ഡോളർ ആകണമെന്നൊക്കെ പറഞ്ഞു. ഈ നരയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് ഉറപ്പായില്ലേ? എൻ്റെ വീഡിയോ 1 മാസമായിട്ട് ഞാൻ കിടന്നുകൊണ്ട് നര മാറ്റാൻ കട്ടക്കറുപ്പാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് ആണോ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് എൻ്റെ മുടിയെ നോക്കുക. അപ്പോൾ എൻ്റെ മുടിയെ ഒറ്റ നരയില്ല. ഉണ്ടേ പറഞ്ഞിരുന്നു, എന്നാൽ പിന്നെ നിൻ്റെ തലയിലുണ്ടല്ലോ എന്ന് പറഞ്ഞേനെ. അങ്ങനെ പറയുന്ന ആളാണ്. എന്തായാലും എൻ്റെ മുടിയിലോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുടി കറുത്തിരിക്കുക. അപ്പോൾ ഞാൻ എന്നാക്കിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കാണും, പിന്നെ അന്നേരം എന്നിട്ട് അതുപോലെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഞാൻ രാവിലെ ആരൻ്റെ സ്കൂളിൽ പോകണമായിരുന്നേ. 8 മണിയായപ്പോൾ എൻ്റെ ആരൻ്റെ സ്കൂളിലും പോയി. ആരന് നാളെ ഓണം സെലിബ്രേഷന് പിങ്ക് കളറ് കുറച്ച് പൂ വേണം. അപ്പോൾ അരളിപ്പൂ ഒരു പാക്കറ്റ് 50 രൂപ, അതും മേടിച്ചു. പുതുപ്പള്ളി പോയി ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്ഥലത്ത്. ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ആരൻ്റെ സ്കൂൾ 1 കിലോമീറ്റർ, അവിടുന്ന് 1/2 കിലോമീറ്റർ, 1.5 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് പുതുപ്പള്ളി. അപ്പോൾ അങ്ങനെ അരളിപ്പൂ മേടിച്ചു കൊടുത്തു. പിന്നെ ഏത്തക്കൊല്ല വാർത്തയില്ല, അത് മുഴുവൻ തീർന്നു. ഞാനും ആരണം കയറി ഇറങ്ങി കഴിക്കുമല്ലേ. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ശകലം കൊടുത്തായിരുന്നു, കുറച്ചാണ് കൊടുത്തത്. ഞങ്ങൾ കൊതിച്ചുകളാണ് ഞാനും ആരണം, കാരണം കുറച്ച് അപ്പനും അമ്മയ്ക്കും ഞാൻ കൊടുത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതുപ്പള്ളിക്ക് പോകുമ്പോൾ കിലോ 50 രൂപയ്ക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം 45-നല്ലേ വാങ്ങിച്ച ചന്തയിൽ നിന്ന്, ഹോൾസെയിൽ കടയിൽ നിന്ന്. ഇത് ഓട്ടോയിലിട്ട് വിൽക്കുന്നു, കിലോ 50 രൂപയെ. അപ്പോൾ ഞാൻ ഓട്ടോച്ചേട്ടനോട് പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ നിർത്താമെന്ന്. തിരിച്ചു വരുമ്പോൾ നിർത്തി 5 കിലോ ഇവിടോട്ടും മേടിച്ചു, 5 കിലോ എൻ്റെ അമ്മയ്ക്കും മേടിച്ചു. ഓണമല്ലേ, അവർക്ക് കൊടുത്തേക്ക്, ഒരു ഓണത്തിന് എന്നേലും കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ മേടിച്ചു. അപ്പോൾ അത് പിന്നെ എന്നാ ഓണത്തിന് ഞങ്ങളിവിടെ സദ്യ ഓർഡർ ചെയ്തു. ഞാനും ആരണം കൂടെ എന്നാ ഉണ്ടാക്കാൻ. കഴിഞ്ഞ വർഷം 10-30 കറിയോളം ആയിട്ട് ഭയങ്കരമായിട്ട് കാർ ഷെഡിൽ പോയി. അടുപ്പൊക്കെ അവിടെ ഗ്യാസ് 2 ഗ്യാസും എടുത്ത് അവിടോട്ട് കാർ ഷെഡിൽ വെച്ചിട്ട് ഭയങ്കര, ഞാനും ആരണം കൂടെ ഭയങ്കര സദ്യ ഒരുക്കലായിരുന്നു. അത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. 10-30 കറി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എല്ലാം സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു പൈനാപ്പിൾ കിച്ചടിയൊക്കെ വെക്കുന്നത്. വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, എനിക്ക് അത്ര അങ്ങോട്ട് ആയില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ നല്ലതായിട്ടെല്ലാം കുറേ വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ചിട്ടെല്ലാം പ്രിപ്പയർ ചെയ്തത് നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുള്ള് സംഗതിയും അന്ന് തന്നെ തീർന്നു. സാമ്പാർ മാത്രമേ ഇരിപ്പുള്ളായിരുന്നു, പിന്നെ ബാക്കി എല്ലാം തീർന്നു. അതുപോലെ ടേസ്റ്റുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാനും ആരണം തന്നെ എന്തോ ഉണ്ടാക്കാൻ. അത് കാരണം ഞങ്ങൾ തന്നെ ഇതെന്നറിയാം 2 ഊണ് ഓർഡർ ചെയ്തു. ഒരു ഊണിന് 250 രൂപ. സാധാരണ 50-60-70 രൂപയ്ക്ക് കിട്ടുന്ന പോലല്ലേ ഇത്. സദ്യയല്ലേ, 2 പായസമൊക്കെ കൂട്ടി എല്ലാം കൂട്ടിയല്ലേ വിഭവങ്ങൾ. 10-30 ഐറ്റം എല്ലാം കൂടെ വരും. പായസവും പിന്നെ ചോറും പഴവും ഇലയും കറികളും എല്ലാം കൂടെ, ഉപ്പേരിയും എല്ലാം കൂടെ. അപ്പോൾ പിന്നെ നമുക്ക് 250 രൂപയ്ക്ക് അതല്ലേ ലാഭം. അപ്പം 2 ഊണ് ഓർഡർ ചെയ്തു. ഒരു ഊണ് കൊണ്ട് ഉച്ചയ്ക്കും കഴിക്കാം, ഒരെണ്ണം കൊണ്ട് ഞങ്ങൾക്ക് വൈകിട്ടും കഴിക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ പിന്നെ കിടന്ന് മെനക്കെടണ്ടല്ലോ. പിന്നെ രാവിലെ വല്ല ഇഡലിയോ എല്ലാം ഉണ്ടാക്കി ചമ്മന്തി അരച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ഏത്തയ്ക്ക കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു. അത് നമുക്കിനിയിപ്പോൾ വറക്കാമല്ലോ. വൈകുന്നേരം ആരണം കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കൂടെ അത് വറക്കാം.
ആരൻ വരുമ്പോൾ വൈകുന്നേരം കൊടുത്തു വിടണം എൻ്റെ വീട്ടിലോട്ടാക്കോലെ അല്ലെ ഇരുന്നാൽ ഇതായിപ്പോൾ ഫാദർ വറുത്തോളും. ഫാദറിന് വലിയ ഇഷ്ടമാണ്, തന്നെ വറുത്തോളും. എനിക്കും എല്ലാ പ്രാവശ്യവും ഫാദറാണ് വറുത്ത് തരുന്നത്. ഒരു കൊല അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ മതി, വറുത്തിട്ട് എനിക്ക് ആവശ്യം പകുതി എനിക്കും പകുതി അപ്പനും കൊടുക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇപ്രാവശ്യം പപ്പാതി ഇവിടെ വറുക്കാൻ പകുതി അവരും വറുക്കാം. പ്രായമൊക്കെ ആയില്ലേ, മൊത്തം അവരെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കുന്നത്. അത് കാരണം അങ്ങനെ. അപ്പോൾ ഇത് അന്നേരം ആരൻ്റെ സ്കൂളിൽ പോയി ഇതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ഓർത്താണ് വീഡിയോ എടുത്തേച്ചങ്ങ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. പിന്നെ കോഴിയുടെ കാര്യം നോക്കി ചൂണ്ടി വന്ന് ഞാൻ ഇരിക്കുക. കാരണം ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇതേ തേക്കാൻ പറ്റിയല്ല. പക്ഷേ എന്നാൽ ഈ ഉടുപ്പ് പിന്നെ നല്ല ഉടുപ്പ് പുതിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 210 ഏതാണ്ടേ ഉള്ളൂ കേട്ടോ. ആരും വിശ്വസിക്കത്തില്ല. എനിക്കിങ്ങനെ പൂക്കളുള്ളതൊന്നും ഇഷ്ടമില്ലാത്ത ഈ ലേസ് ഒന്നും ഉള്ളത്. പക്ഷേ ഞാനങ്ങ് എടുത്തു. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പൂക്കളൊന്നും ഉള്ള ഇഷ്ടമില്ലാത്ത, പക്ഷേ വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെയൊക്കെ നല്ലതാണ്. അതിന് ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ ഓർത്താന്നാൽ പിന്നെ ഈ വീഡിയോ അങ്ങ് ചെയ്തേക്കാം. ഇത് തേക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല, ഈ ഉടുപ്പിട്ടുകൊണ്ട് പറ്റത്തില്ല. ഇത് മാറിയിട്ടിട്ട് വേണമെങ്കിൽ ഞാൻ തലയിൽ തേക്കും, അന്നേരം വന്ന് കാണിക്കാവേ. അപ്പോൾ എന്താ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കരിക്കട്ട പോലെ. ഇതാണ് നമ്മളുടെ 3ാമത്തെ സ്റ്റെപ്പായിട്ട് കരിക്കട്ട ആകാനായിട്ടുള്ള ഇത്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ആരും കാണുന്നില്ല. ഉപേക്ഷ വിചാരിച്ചാൽ നിങ്ങളുടെ മുടിയും മുഖവും റെഡിയാകത്തില്ല. എൻ്റെ മുടിക്ക് നല്ല നീളവും വെക്കുന്നു, നല്ല ഉള്ളുമുണ്ട്, പിന്നെ നല്ല കറുപ്പുമായിരിക്കുന്നു. എനിക്ക് ഒരു നര പോലും പുതിയതായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വ്യാഴം, വെള്ളി, ശനി, പിന്നെ ഇന്നത്തെ ഈ 4 ദിവസത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങളുടെ മുടിയും ഇരിക്കും, മുഖവും ഇരിക്കും. മുഖത്തിൻ്റെ ആരും ഇതുവരെ കാണിക്കാത്ത ഒരു ടിപ്പാണ് ദാ മുഖത്തിൻ്റെ ഇത് കാണിക്കാൻ പോകുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമ്മുടെ പീനട്ട് നിലക്കടലയില്ലേ, ഇതൊരു ശകലം ഒരു മുഖത്ത് തേക്കാൻ ആവശ്യമുള്ള 1 ടീസ്പൂണ് വെള്ളം എടുത്തിട്ട് അതെടുക്കുക. 1 ടീസ്പൂൺ പീനട്ട്, വറക്കൊന്നും വേണ്ട, പച്ച പീനട്ടാണ്. അടുത്ത എന്നാന്നറിയോ, വെള്ള എള്ള്. നമ്മളുടെ ഈ നിലക്കടലയും 1 സ്പൂൺ എടുക്കുക, വെള്ള എള്ളും 1 സ്പൂൺ എടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സിയിൽ, വറക്കൊന്നും വേണ്ട, ചുമ്മാ പച്ചയ്ക്ക് പൊടിച്ചിട്ട് പാലില്ലേ, പച്ചപ്പാൽ കാച്ചുവന്നുണ്ട്, പച്ചപ്പാലിനകത്ത് ആ പൊടി നല്ലതായിട്ട് നൈസായിട്ട് ഫൈനായിട്ട് പൊടിയണം. എന്നിട്ട് പാലിനകത്ത് പിന്നെ പൊടിച്ചത് കലക്കിയിട്ട് തേച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറിയുണങ്ങല്ലെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വലിഞ്ഞു മുറിയുണങ്ങൽ അല്ലാതെ പിന്നെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കിനും ഭംഗിയായിട്ട് ഉണങ്ങി വരുമ്പോഴത്തേക്കിന് കഴുകിക്കളയാം. പതുക്കെ നനച്ചു കൊടുത്തിട്ട് കഴുകിക്കളയാം. അത് കയ്യിലും കാലിലും ഒക്കെ തേക്കാം, സൂപ്പറായിട്ടോ. ഇതെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരൊന്ന് രക്ഷപ്പെടട്ടെ. ബാക്കി എന്നെ കാണിച്ചാലും പുച്ഛിക്കുന്നെങ്കിൽ പോട്ടെ. പക്ഷേ ഈ വ്യാഴം, വെള്ളി, ശനി, ഇന്ന് മൺഡേയിലല്ലോ, വ്യാഴം, വെള്ളി, ശനി, ഇന്ന് വ്യാഴമല്ലേ. അപ്പം ഞാൻ തലയുടെയൊക്കെ തിങ്കളാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം നിങ്ങൾ എന്തായാലും ഈ കഴിഞ്ഞ വ്യാഴം തൊട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടത് കാണും. അപ്പം നിങ്ങൾക്ക് മുഖത്തിൻ്റെയും മുടിയുടെയും സ്പെഷ്യലായിട്ടുള്ള ആ ടിപ്പുകൾ കാണാൻ പറ്റും. എന്തായാലും ഇത് നിങ്ങൾ മുടക്കരുത്, അത് തള്ളിക്കളയരുത്. ഇത് തലയുടെ ആ ഇതും ചെയ്യണം, പിന്നെ മുഖത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ ആ ഇതും ചെയ്യണം. അപ്പം ഞാൻ തേച്ചിട്ട് റിസൾട്ട് കാണിക്കാമേ. ഈ ഉടുപ്പൊന്നും മാറി ഇട്ടിട്ട് ഉടുപ്പെടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉടുപ്പ് പോകത്തില്ലേ. അപ്പം അങ്ങനെ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വിശ്വസിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. പിന്നെ ഇനി അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കട്ടെ, അല്ലെ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ സമയം പോകും. അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇതൊക്കെ തേച്ചുകൊണ്ടിരിക്കുക. അല്ലെ പിന്നെ ഇത് തേച്ച് അരമണിക്കൂർ മുഖത്ത്, ഇത് പൊടിക്കാൻ സമയമെടുക്കും, അത് തേക്കാൻ സമയമെടുക്കും, അരമണിക്കൂർ പിന്നെ അത് ഇരിക്കണം, പിന്നെ തലയിൽ തേച്ച് 1 മണിക്കൂർ ഇരിക്കണം. അപ്പം വീഡിയോ ഇടാൻ താമസിക്കും. എന്നാൽ പിന്നെ ശരി, നിങ്ങളിത് എന്നാന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യാഴാഴ്ച തൊട്ടുള്ള ഇങ്ങോട്ട് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാന്ന്. അപ്പം കണ്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനും ഒന്ന് രക്ഷപ്പെടട്ടെ. ഭയങ്കര പൈസയ്ക്ക് ബുദ്ധിമുട്ടുമാണ്.
ആർത്തിയൊന്നുമില്ല. പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൊച്ചിനെ ഒരുത്തനെ പഠിപ്പിക്കാൻ അങ്ങോട്ട് വിട്ടില്ലേ, മാസം മാസം അവന് ചിലവിനുള്ള അയച്ചു കൊടുക്കണം. മൂത്തവൻ ആഷേറിന് പിന്നെ ഫീസ് നമ്മളൊരു വർഷത്തെ ഫുൾ അടച്ചു. പിന്നെ താമസത്തിനുള്ളത് 3 മാസത്തേതേ അടച്ചിട്ടുള്ളൂ. ബാക്കി 9 മാസത്തെ ഇനി നമ്മൾ മാസം മാസം അവന് താമസത്തിനുള്ളതും കൊടുക്കണം, ഭക്ഷണം കഴിക്കാനുള്ളതും കൊടുക്കണം. ഇപ്പം വേണ്ട ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്നോട് ഇങ്ങനെ പറയാതെ ഒരു രക്ഷയില്ല. അന്നേരം അപ്പനോട് ചോദിച്ചു. അപ്പനും പറഞ്ഞു ഭയങ്കര ടൈറ്റാണ്, എന്നാ ചെയ്യുന്നത്, എല്ലാം കൂടെ തൂത്തുവാരിയല്ലേ നിന്നെ വിട്ടത്. അപ്പോൾ അവൻ്റെ ഇച്ചിരി ചിലവിന് കൊടുത്തു വിട്ട ശകലം പൈസയോ കൊടുത്തു വിട്ടുള്ള അതിൻ്റെ ആകെപ്പാട്. അതിനകത്തുനിന്ന് എടുത്ത് 3 പുസ്തകം വാങ്ങിച്ചെന്ന് പറഞ്ഞു. ബാക്കി ഇനിയിപ്പം പുള്ളി ഞങ്ങൾ കൊടുക്കുന്നതെന്ന് നോക്കി നിൽക്കുക. അല്ല ഇപ്പം എന്നെ എടുക്കുന്നത് പാവം, എല്ലാ ദിവസവും ചിക്കൻ ഇല്ലാതെ ഇന്നുമില്ലാത്ത ചെറുക്കൻ ഇപ്പം പരിപ്പുകാർ കൂട്ടുകാരൊക്കെ ഹൈദരാബാദുകാരൊക്കെയാണ്. അപ്പം അവരൊക്കെ പരിപ്പും കിഴങ്ങും ഒക്കെ എന്നും കഴിക്കുന്നു. ഇപ്പോൾ ഇവനും ഇപ്പോൾ അതിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ചിക്കൻ്റെ കടയിലൊക്കെ ചെന്ന് പുള്ളി വെള്ളം ഇറക്കി തിരിച്ചു വരും. അമ്മേ ഭയങ്കര പാടാമ്മേ മേടിക്കാൻ, ഭയങ്കര കാശാവും. അതുകൊണ്ട് ഇപ്പം അതൊക്കെ അങ്ങ് ഒതുങ്ങിയെന്ന് പറയും. എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പം ഒന്നും അങ്ങോട്ട് കഴിക്കാൻ തോന്നത്തില്ലേ. പക്ഷേ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്ന പിള്ളേർക്കെല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിലാണ് ഒരുപാട് ഒറ്റ വരുമാനം ഇപ്പോൾ കെട്ടിയവൻ്റെ അല്ലേ ഉള്ളൂ. അതിനകത്തുനിന്നല്ലേ ഈ എല്ലാ കാര്യവും നടക്കണ്ടേ. 100,000 ചിട്ടിയും ലോണും ആരെണ്ണെ പഠിപ്പിക്കണം, ഒത്തിരി ഉണ്ട്. പിന്നെ ഈ കോഴിമുട്ടയുടേത് കോഴിക്ക് തീറ്റ മേടിക്കാനുള്ളതേ ഉള്ളൂ, ഓട്ടോച്ചേട്ടന് കൂലിയും കൊടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇച്ചിരി മുട്ടയൊക്കെ തിന്നെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പാവത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, യൂട്യൂബിൽ നിന്ന് വല്ലതും ഒന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് ഒന്ന് പിടിച്ച് നിൽക്കാമായിരുന്നു. ആഷറിന് പിന്നെ ഫുഡ് കഴിക്കാനുള്ള അയച്ചെങ്കിലും കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നോട്, ഞാനിത് എച്ചിക്കണക്കും എന്നെ തെണ്ടുവാണെന്ന് ഓർക്കല്ലേ അവസ്ഥ. വല്ലതുമൊക്കെ ഈ 100 രൂപയുടെ ഉടുപ്പുമൊക്കെ ഇട്ട് മെഡിക്കായിട്ടൊന്ന് പൗഡറൊക്കെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ആർഭാട ജീവിതമൊന്നും അല്ല കേട്ടോ. അപ്പം ഭയങ്കര പിടിച്ച് ജീവിച്ചിട്ട് ഇത്രയൊക്കെ ഒന്ന് ഒപ്പിച്ച് വന്ന്. അപ്പോൾ എല്ലാവരും എന്നോട് ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇനി നാളെ വെള്ളിയാഴ്ച ഓണ സെലിബ്രേഷൻ ഉച്ചവരെ ഉള്ളൂ. ഉച്ചയ്ക്ക് പോരും. പിന്നെ അവധിയാണ് 10 ദിവസം. പിന്നെ അങ്ങ് ചർച്ചിലും ഒക്കെ ഒത്തിരി പരിപാടികളും ഒക്കെ ഉണ്ട്. സൺഡേ സ്കൂളിൻ്റെ പരിപാടിയുണ്ട്. അങ്ങനെയൊക്കെ തിരക്കാണ് 10 ദിവസം. ഇവിടെ അവധിയെന്നൊന്നുമില്ല. ഇവിടെ 365 ദിവസം എപ്പോഴും തിരക്കാണ്. ഒന്നേ സ്കൂളിലെ അല്ല ചർച്ചിലെ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾക്കങ്ങനെ ഇരിക്കാനേ സമയമില്ല. എനിക്കും അതാണ് ഇഷ്ടം, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നാളെ വെള്ളി, ശനി, ഞായറാഴ്ച ഓണമാണ്. എല്ലാവരും ചർച്ചിൽ പോയിട്ട് ഉച്ചയ്ക്ക് സദ്യ ഒരുക്കിയോ അല്ലെ വാങ്ങിച്ചോ ഒക്കെ കഴിക്കുക. നമ്മുടെ കേരളീയരുടെ ദേശീയോത്സവമാണ് അത്. ഏത് ജാതിക്കും മതത്തിനും ആർക്ക് വേണമെങ്കിലും അത് ആഘോഷിക്കാം. ആഘോഷമല്ല, ഒരു സന്തോഷം. നമ്മുടെ ദേശത്ത് എല്ലാവരും നല്ലതായിട്ട് സന്തോഷമായിട്ട്, ഒരു പുതിയ ഉടുപ്പൊന്നും മേടിക്കാൻ കാശില്ല, ഒരു നൈറ്റി ആണെങ്കിലും പെണ്ണുങ്ങൾ വാങ്ങിച്ചിടുക. ഫുട്പാത്തിൽ പിള്ളേർക്കൊക്കെ ബർമുട ഇതൊക്കെ കിട്ടുക, അതൊക്കെ വാങ്ങിച്ചാന്നേലും ഒന്ന് കൊടുക്കുക. അതിനൊക്കെയുള്ള ഒരു കുടുക്കേസ് ഒരു കൂട്ടിയാൽ മതി. ഒരു വർഷം കൊണ്ട് അടുത്ത വർഷത്തെ ഓണത്തിന് പിന്നെ പുതിയ ഒരു ഉടുപ്പൊക്കെ മേടിക്കാനുള്ള പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇത് നമ്മൾ സൂക്ഷിക്കത്തില്ല, നമ്മൾ മുഴുവൻ ചിലവഴിക്കുക. അതുകൊണ്ടല്ലേ ഞാനൊക്കെ കുടുക്ക എപ്പോഴും എനിക്കിതേ 2 കുടുക്കയുണ്ട്. കുടുക്കയ്ക്കകത്ത് സൂക്ഷിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഞാനും ഒക്കെ കാര്യങ്ങളല്ല, ഞാനൊന്നും വലിയ ആർഭാടക്കാരിയൊന്നുമല്ല. പിന്നെ കണ്ടാത്തൊന്നും വലിയ, നമ്മൾ വൃത്തിക്ക് നടക്കത്തുള്ളൂ. 100 രൂപയുടെ ഉടുപ്പാണെങ്കിൽ ഇട്ട് തേച്ച് കുളിച്ച് വൃത്തിക്ക് മുഖം ചിരിച്ച് അങ്ങനെ നടക്കത്തുള്ളൂ. കരഞ്ഞു പോയി ഇരിക്കത്തില്ല. അത് സത്യം. അല്ലാതെ ആർഭാടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു 100 രൂപയുടെ ആണെങ്കിലും ഉടുപ്പൊക്കെ ഇട്ട്, പിന്നെ പുതിയ സാരിയും ചുരിദാറും ഒന്നുമില്ല, ഒരു 100 രൂപയുടെ നൈറ്റി ആണെങ്കിലും മേടിച്ചൊക്കെ ഇട്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ആ സദ്യ മേടിച്ചതോ അല്ലെ വീട്ടിലുണ്ടാക്കിയതോ ഒക്കെ ഒരു ഇലയൊക്കെ ഇട്ട് സന്തോഷത്തോടെ പിന്നെ കഴിക്കുക. ദൈവത്തിന് നന്ദി പറയുക. ദൈവം ഇതൊക്കെ ഇതിനൊക്കെ ഭാഗ്യം തന്നതിന് നന്ദി പറയുക. എത്ര പേര് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു. ഇന്നലെ കണ്ടില്ലേ ഞങ്ങളുടെ ഒരു കുഞ്ഞിന് 43 വയസ്സ്. അപ്പം നമ്മളെ ദൈവം ഇരുത്തുന്നിടത്തോളം കാലം അല്ല, ഇത് കേരളീയർക്ക് മൊത്തം ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു ഉത്സവം പോലെ, എന്തുവാ, ഒരു ആഘോഷം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും അതിനകത്തൊക്കെ പങ്കുചേരുക, അത്രയേ ഉള്ളൂ. അല്ലെ ഇന്നവരുടെ ഗ്രൂപ്പുകാരുടെ അങ്ങനെയൊന്നും ഇല്ല. ഇത് കേരളത്തിൻ്റെയാണ്. കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിലൊക്കെ സന്തോഷത്തോടെ, ഒത്തൊരുമയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ജീവിക്കുക. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അല്ലേ. അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ട് രാവിലെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് വന്ന് എന്നെ ആക്രാന്ത തീറ്റയായിരിക്കും, അപ്പോഴും പറയത്തില്ല. ഇനി അന്ന് വീഡിയോ എടുത്തെങ്കിലായി. അപ്പോൾ എനിക്ക് ഓണാശംസ പറയാൻ പറ്റുന്ന മറന്നുപോയെങ്കിലോ, അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയും പറയാം, നമുക്ക് ശനിയാഴ്ചയും പറയാം, ഞായറാഴ്ച ഓർത്തെങ്കിൽ പറയാം അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. എൻ്റെ യേശു എല്ലാവർക്കും പൈസ കൊടുക്കണം. എല്ലാവരും ഓണത്തിന് നല്ല സദ്യയൊക്കെ ഒരുക്കി നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സന്തോഷമായിട്ട് സമാധാനം, അതാണ് ഈ ലോകത്തെ ഏറ്റവും വലുത്. ആരോഗ്യവും സമാധാനം എല്ലാവർക്കും കൊടുക്കണം. യേശുപ്പിച്ച പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കുട്ടനാട് ബീന പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എന്നും അന്ന് മുതൽ ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് വല്ല ഇച്ചിരി പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടട്ടെ. കുറേശ്ശെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അത് ഇത്ര ഇതാകാതെ നമുക്ക് തരത്തില്ല അവർ. ഇനി എത്ര നാൾ പിടിക്കും? നിങ്ങളെല്ലാം പെട്ടെന്ന് നല്ലതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് കിട്ടിക്കോളുമായിരുന്നു. എല്ലാ മാസവും കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ റീച്ച് അനുസരിച്ചൊക്കെ ഉള്ളല്ല, എല്ലാ മാസവും ഒന്നും കൃത്യമായിട്ടൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ. എല്ലാവരും ഓർക്ക് ലക്ഷക്കണക്കിന് എല്ലാ മാസവും, അങ്ങനെയൊന്നുമില്ല. വർഷത്തിലൊന്നൊക്കെ കിട്ടിയെങ്കിലൊക്കെ ആയി. ചിലർക്ക് മില്യൺ കണക്കിനുള്ളവർക്കൊക്കെ എല്ലാ മാസവും കിട്ടും. ഞാനൊക്കെ എന്നെ ഒരു ശകലം സബ്സ്ക്രൈബേഴ്സ്, ശകലം വ്യൂവേഴ്സൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ വർഷത്തിലൊന്നും എല്ലാം കിട്ടിയെങ്കിലായി വല്ല 10,000-5,000 രൂപ, എന്നാലും പോട്ടെ, അത്രയാകട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഞാൻ പാവമല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അതുപോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ചക്കരയമ്മ.